സാർ, വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് കേരള സർക്കാർ നിരന്തരം ആവശ്യപ്പെടുന്നത്. സത്യത്തിൽ ദേശീയ ദുരന്തം ഒന്നും ഇല്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ കൃത്യസമയത്ത് ഈ ദുരന്തം സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ശരിക്കും ആരുടെ വീഴ്ചയാണ്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരള സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ച. വയനാട് ദുരന്തം യഥാവിധി കേന്ദ്രത്തിനെ ധരിപ്പിക്കുകയും കോടതിയിൽ അതിൻ്റെ കണക്കുകൾ കൊടുക്കുകയും ചെയ്തില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞു. ഇപ്പോൾ അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ നിവേദനത്തിന് മറുപടിയായി കേരളത്തിലെ എം പിമാരെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. കാരണം ദുരന്തം സംഭവിച്ച് 4 മാസം കഴിഞ്ഞാണ് ഒരു അസസ്മെൻറ്റ് റിപ്പോർട്ട്, കേരളത്തിൻ്റെ അസസ്മെൻറ്റ് റിപ്പോർട്ട്, ഈ ദുരന്തം സംബന്ധിച്ച അസസ്മെൻറ്റ് നോട്ട് കേന്ദ്രത്തിന് നൽകുന്നത്. അപ്പോൾ അത്രയും കാലതാമസം എടുത്തു. എത്ര വിപുലമായ ഒരു നാശമാണ് സംഭവിച്ചതെന്ന്, മനുഷ്യനാശം, പ്രോപ്പർട്ടി ലോസ്റ്റ്, ഇതെല്ലാം കണക്കാക്കി റിപ്പോർട്ട് കൊടുക്കാൻ കേരളത്തിലെ ഭരണകൂടത്തിന് 4 മാസത്തിലേറെ കാത്തിരിക്കേണ്ടി വന്നു. എന്നിട്ട് പറയുകയാണ് കേന്ദ്രം അവഗണിക്കുന്നു, കാശ് തരുന്നില്ല എന്ന്. അതേസമയത്ത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പുണ്ടായ ഒരു പ്രളയ ദുരന്തത്തിന് അവർക്ക് പൈസ കിട്ടി, അവർ ഉപയോഗിച്ച് കഴിഞ്ഞു അല്ലേ? അതെ. അവരിനിയും കൂടുതൽ ആവശ്യപ്പെടാനുള്ള ഹോംവർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയനാട് ദുരന്തത്തിന് യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കേന്ദ്രം അവഗണിക്കുന്നു, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ്. കേന്ദ്രം കേരളത്തോട് നിരന്തരമായി അവഗണന പുലർത്തുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ചും. ഇവിടുന്ന് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനെ സ്വീകരിക്കാനും അത്താഴം വിരുന്ന് നടത്താനും അദ്ദേഹത്തിന് പാരിതോഷികവും സമ്മാനവും കൊടുക്കാനും ഒക്കെ കാണിക്കുന്ന ആവേശം ഇത്തരം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ചെയ്തിരുന്നുവെങ്കിൽ വയനാട് ദുരന്തത്തിന് കിട്ടേണ്ട ധനം കേന്ദ്രത്തിൽ നിന്ന് എന്നേ കിട്ടുമായിരുന്നു. ഈ കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെ, പാർലമെൻറ്റ് അംഗങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ കാര്യം കൊല്ലം എം പി കേരളത്തിൽ നിന്നുള്ളൊരു മാധ്യമത്തോട് ഇന്നലെ വെളിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം ഏതായാലും BJPയുടെ എം പി അല്ല. വെളിപ്പെടുത്തിയത് മറ്റു കാര്യമുണ്ട് സാറേ. ഈ എം പിമാർ യോഗം ചേരുമ്പോഴും ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയില്ലയോ, നമുക്കിതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. എന്താണ് ഈ ദേശീയ ദുരന്തം? അതുകൊണ്ട് എന്ത് നേട്ടമാണ് സർക്കാരിന് കിട്ടുന്നത്? ആ കാര്യങ്ങൾ ഈ എം പിമാരുടെ അടുത്തെങ്കിലും കൺവിൻസ് ചെയ്യണ്ടേ? എം പിമാർക്ക് പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാം, സർക്കാരിന് അറിയില്ല. അങ്ങനെയല്ലേ മനസ്സിലായത്? അതെ. അല്ല, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഒരു കീഴ്വഴക്കമോ ഒരു നിയമമോ ഇല്ല. ആ കാര്യം എം പിമാരുടെ യോഗത്തിൽ അവർ മുഖ്യമന്ത്രിയോട് ഇനി ഇത് ആവർത്തിക്കരുതേ എന്ന് പറയുകയും ചെയ്യുക ഇതാണ്. പക്ഷേ ഇത് ദേശീയ ദുരന്തമാക്കുക എന്ന് പറയുക ഏതെങ്കിലും ഒരു വലിയ ട്രാജഡിയെ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ഇത് പ്ലാറ്റ്ഫോമിൽ നിന്ന് രാഷ്ട്രീയക്കാരൻ്റെ പ്രസംഗമാണ്. ഇത് ദേശീയ ദുരന്തമായി. അത് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞാൽ അതിവിപുലമായ നാശനഷ്ടങ്ങളുണ്ടാകുന്ന സംഭവങ്ങളെ കലാമിറ്റി, ഡിസാസ്റ്റർ, നേച്ചർ അനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പത്രങ്ങളുണ്ടാക്കിയ ഒരു കോഹിനേജാണിത്, ദേശീയ ദുരന്തം. അല്ലാതെ അങ്ങനെ ഒരു ആക്ട് ഇല്ല. പക്ഷെ അതങ്ങ് സർക്കാർ കേട്ട് അങ്ങ് വിശ്വസിക്കുന്നു. കേട്ടിട്ട് അത് അങ്ങനെയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർ, ഭരണത്തിന് സഹായിക്കുന്ന ബ്യൂറോക്രാറ്റിക് നേതൃത്വം വേണ്ടത്ര ഹോംവർക്ക് ചെയ്ത് ഗവൺമെൻറ്റിനെ കൃത്യമായി ഇതിൻ്റെ നിയമവശങ്ങളും ഇതിൻ്റെ സാധ്യതകളും ബോധ്യപ്പെടുത്തി ആവശ്യമായ ഫണ്ട് അനുവദിപ്പിച്ച് മേടിക്കുന്നതിനുള്ള മിടുക്ക് കാണിക്കണം. അത് തമിഴ്നാട് ചെയ്യുന്നു. തമിഴ്നാടിന് അതുകൊണ്ട് ഇൻ്ററീം റിലീഫ് ഉടനെ കിട്ടി. കേരളത്തിന് കിട്ടിയ പണം എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നതിനെപ്പറ്റി കണക്ക് പോലുമില്ല. ആ കണക്കിനകത്ത് വ്യക്തതയില്ല. ഒരു ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു, ജഡമടക്കിയതിന് ഇത്ര രൂപ, സന്നദ്ധ പ്രവർത്തകരുടെ ഗതാഗതത്തിന് ഇത്ര കോടി രൂപ, വിറക് മേടിച്ചതിന്, തീപ്പെട്ടി മേടിച്ചതിന്, ഇങ്ങനെയൊക്കെ വെറുതെ ചുമ്മാതെ കണക്കെഴുതിയ യാതൊരു യുക്തിയും ബുദ്ധിയും ഇല്ലാതെ പണം വാരിക്കോരി ഉപയോഗിച്ചതിൻ്റെ ഒരു ലിസ്റ്റ് അവതരിപ്പിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ. ഇതൊന്നും കൃത്യമായി എഴുതി കൊണ്ട് കൊടുത്താൽ തലയ്ക്ക് വെളിയുള്ള ആരും സ്വീകരിക്കത്തില്ല, എടുത്ത് ദൂരെ കളയും. അതിവർക്കും അറിയാം. അത് ചെയ്യേണ്ട പണി ചെയ്യാതെ തൻ്റെ വൈകല്യം മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക, ഇത് പഴയ
ഇടതുപക്ഷ നയമാണ്. അതെ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി നമ്മുടെ ജോലി ചെയ്യുകയും അതിനനുസരിച്ച് റിപ്പോർട്ട് അവിടെ സമർപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ ഇവിടെ നിന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ കേന്ദ്രത്തിന് അപേക്ഷ കൊടുത്തു, കേന്ദ്രം ഒന്നും തന്നില്ല, കേന്ദ്രം പറ്റിക്കുന്നു, തമിഴ്നാടിന് കൊടുത്തു എന്ന് പറയുന്നു. ശരിക്കും ജനങ്ങളുടെ കണ്ണിൽ പൊടിയുള്ള ശ്രമം. പക്ഷേ ആളുകൾ മാറിയില്ലേ, ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നില്ല. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും, പക്ഷേ കൂടെ നിൽക്കുന്ന അണികളെ മാത്രം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അതേ പറ്റുള്ളൂ. അവരുടെ ചില സൈബർ സേനകളെയും പാർട്ടിക്ക് അന്ധന്മാരെ പോലെ കുടിയും പിടിച്ച് നടക്കുന്ന കുറേ പിന്നെ വൈതാളിക വൃന്ദത്തെയും കൂടെ നിർത്താൻ ഇത് അവരുടെ ഈ ഇത്തരം കള്ളത്തരങ്ങൾ ഉപകരിച്ചേക്കും. പക്ഷേ സത്യത്തിൽ സാമാന്യ ജനം ഇതൊന്നും വെട്ടി വിഴുങ്ങത്തില്ല. ഒറ്റ ഉദാഹരണം, കർണാടക മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കത്തയച്ചു സിദ്ധാരാമയ്യ. എന്താ 100 വീട് ഞങ്ങൾ വയനാട്ടിൽ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പലതവണ കേരള ഗവൺമെൻറ്റിന് അതിൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയിക്കാൻ പറഞ്ഞിട്ട് ഒരു വിവരവുമില്ല. അപ്പോൾ അയൽ സംസ്ഥാനം പോലും സഹായിക്കാൻ സഹായിക്കാൻ സന്നദ്ധമായവൻ്റെ ഇന്ന് ആ സഹായം വാങ്ങുന്നതിനുള്ള മിടുക്ക് പോലും പ്രകടിപ്പിക്കാതെ കേന്ദ്ര അവഗണനയും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള പ്രസംഗമല്ലാതെ കാര്യമായ പ്രവർത്തനമില്ല. ഇതല്ല ഭരണം, ഇതല്ല ഭരണരീതി. ഇപ്പോഴും ഇത് മുഖ്യമന്ത്രിക്ക് ഇതുവരെ അത് ബോധ്യമായിട്ടില്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തേണ്ടതാണ്. ശരിക്കും സാറേ, ഈ ദുരന്തത്തിൽ പെട്ടുപോയൊരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. എത്രയോ നാളായിട്ട് എത്രയോ ഷെൽട്ടറുകളിൽ കഴിയുന്നു, ബന്ധുവീടുകളിൽ കഴിയുന്നു. ഈ ഉറ്റവർ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും പോയവർ, സഹോദരങ്ങൾ നഷ്ടമായവർ, ഇവരൊക്കെ ഇരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു സർക്കാർ ജോലി കിട്ടി. അപ്പോൾ അവളുടെ മുഖം ഭയങ്കര പ്രകാശമാനമായിരുന്നു അല്ലേ? അവളെ പോലെ എത്രയോ ആളുകളാണ് ഇന്നും ഈ വീടില്ലാതെ സൗകര്യങ്ങളില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തില്ല, കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടിയില്ല, അതുകൊണ്ട് കേന്ദ്രം പറ്റിച്ചു, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ആഭ്യന്തരമന്ത്രി ഇത് പറയുന്നു. ഇന്നിപ്പോൾ MP തുറന്നു പറയുകയാണ്, ഈ പ്രോജക്റ്റ് 4 മാസം വൈകിയാണ് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. ഇത് ബാക്കിയുള്ള ചാനലുകൾ, പത്രങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതോടുകൂടി ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഈ മന്ത്രിസഭയുടെയും കാപട്യങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുമല്ലേ? വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ MP പ്രേമചന്ദ്രൻ്റെ വെളിപ്പെടുത്തലുകൂടി വന്നതോടുകൂടി എന്താണ് കേന്ദ്രത്തിൻ്റെ മനസ്സിലിരിപ്പെന്നും അവർ പറയുന്നത് എന്താണെന്നും വ്യക്തമായല്ലോ. അതെ, അമിത്ഷാ ഒരു പത്രസമ്മേളനം നടത്തി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യുന്നത് പോലെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ മാധ്യമങ്ങളുടെ മുന്നിൽ പോയിരുന്നതല്ല. MP-മാരെ ഔദ്യോഗികമായി കൃത്യമായി അറിയിച്ചതാണ്. അത് കോട്ട് ചെയ്തുകൊണ്ടാണ് കൊല്ലം MP സംസാരിച്ചിരിക്കുന്നത്. കൂടാതെ കർണാടക മുഖ്യമന്ത്രിയും പറയുന്നു ഞങ്ങൾ 100 വീട് കൊടുക്കുവാൻ തയ്യാറാണ്. അത് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അറിയിച്ചിട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്താൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം കേരള ഗവൺമെൻറ്റിൽ നിന്ന് അതിനുള്ള നടപടികളൊന്നും അറിയിക്കുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, ഇതുപോലെ ലഭ്യമായ സഹായങ്ങൾ ഉപയോഗിക്കുന്നതിനും വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായങ്ങൾ സ്വീകരിക്കുന്നതിനും വേണ്ടുന്ന ഒരുക്കങ്ങൾ കേരളം ചെയ്യുന്നില്ല. അതാണ് വയനാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം ഇപ്പോഴത്തെ. സത്യത്തിൽ ഈ ഒരു ദുരന്തം വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അതിനോടുള്ള അനുകമ്പ പ്രകടിപ്പിച്ചുകൊണ്ട് ലോകമെങ്ങും നിന്ന് സഹായമെത്തും. കേരളത്തിൽ 2018 പ്രളയത്തിന് വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും എത്രയോ സഹായം എത്തി. അന്ന് തന്നെ ഈ സഹായം, ദുരന്ത സഹായം മോഷ്ടിച്ചെടുക്കുന്നതിനുള്ള ആവേശമാണ് കാണിച്ചത്. വയനാട്ടിൽ പോലും ഉണ്ടായിരുന്നു മോഷണം. അതെ. അപ്പം ഈ പൊതുമുതലും എങ്ങനെ തട്ടിയെടുക്കാമെന്നതിൻ്റെ റിസർച്ച് അല്ലാതെ, അതിനുള്ള ഒരുക്കങ്ങളല്ലാതെ സത്യത്തിൽ ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഒരു നോഡൽ ഏജൻസിയെ പോലെയെങ്കിലും പ്രവർത്തിക്കുവാൻ സംസ്ഥാന ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നത് വലിയ ഖേദകരമായൊരു വസ്തുതയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത് പരിതാപകരവുമാണ്. ഈ എങ്ങനെ വയനാട്ടിലെ പ്രശ്നം ഇനി പരിഹരിക്കാമെന്ന് സർക്കാർ കഴിയുന്നത്? കാരണം സർക്കാരിന് മുമ്പിൽ പലരും പല വാഗ്ദാനങ്ങൾ നൽകി. വീട് വെച്ച് തരാം, അല്ലെങ്കിൽ വസ്തു വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ ആ സ്ഥലം മൊത്തമായിട്ട് വലിയൊരു ഗ്രാമം നിർമ്മിച്ച് നൽകാം. ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു. ഒരു വാഗ്ദാനം പോലും നടപ്പാക്കാമെന്ന് പറഞ്ഞ് സർക്കാർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെ ആവശ്യം എന്താ? വെറും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില നടപടികൾ. ഇതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി, വയനാട്ടുകാർക്ക് വേണ്ടി ഒന്നും സർക്കാർ ചെയ്യുന്നില്ല എന്നല്ലേ മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും അതാണ്. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത്, വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അതെ, ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ഇലക്ഷൻ നടപടിക്രമങ്ങൾ അങ്ങനെ ചില തടസ്സങ്ങൾ അതിനകത്ത് ഉണ്ടാകും. അതെ. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചില ചിട്ടവട്ടങ്ങൾക്ക് വിധേയമായിട്ട് വേണം ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ. അതുകൊണ്ട് ഒരു തടസ്സം നേരിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതെ.
പക്ഷേ പ്രകൃതി ദുരന്തത്തെ പോലെയുള്ള ഒരു സംഭവത്തിൽ അതൊന്നും ബാധകമല്ല. അതെ ഗവൺമെൻറ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതെ പക്ഷേ ആ 2 ആഴ്ചയോ 3 ആഴ്ചയോ അതും കഴിഞ്ഞു. അതെ എന്നിട്ട് ഇപ്പോഴും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് നല്ല ഡോസ് കിട്ടി ഗവൺമെൻറ്റിന്. ആ നന്നായിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിങ്ങളുടെ കണക്ക് എന്ന് ചോദിച്ചു കോടതി. ഈ കൊണ്ടുവരുന്ന വിവരങ്ങളൊന്നും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ അനുവദിച്ച പണം ഈ സർക്കാർ തട്ടിയെടുത്തതാണോ ഇനി കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചത്? അത് നമ്മൾ തട്ടിയെടുത്താണോ എന്നൊന്നും നമുക്ക് പറയാനുള്ള തെളിവൊന്നുമില്ല. ഒന്നുകിൽ വകമാറ്റി ചിലവാക്കുന്നു, അല്ലെങ്കിൽ ഈ ഫണ്ട് ഒക്കെ എങ്ങോട്ട് പോകുന്നു എന്ന് ഗവൺമെൻറ് പറയണം. ഇത് വയനാടിനായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളിലായി ഇപ്പോൾ ഇതിനകം ലഭിച്ച എത്രയോ കോടി രൂപയുണ്ട്. അതിൻ്റെ യൂട്ടിലിറ്റി റിപ്പോർട്ടില്ല. അപ്പോൾ അത് എങ്ങനെ പോയി എന്ന് ഗവൺമെൻറ്റിനും പറയാൻ ചിലപ്പോൾ വിഷമമുള്ള കാര്യങ്ങളായിരിക്കും. കാരണം കടക്കിണിയിൽപ്പെട്ട് മുങ്ങി സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന ഒരു ഗവൺമെൻറ് വരുന്ന പണം എടുത്ത് ചിലപ്പോൾ പെൻഷൻ കൊടുക്കും, അല്ലേ ശമ്പളം കൊടുക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും കടം വീട്ടാൻ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ പല സംഭവിച്ചിരിക്കാം. പക്ഷേ എന്തായാലും വയനാടിൽ വേണ്ടത് ചെയ്യുന്നില്ല ഗവൺമെൻറ്. ചെയ്യാൻ ഗവൺമെൻറ് സന്നദ്ധമല്ല. അവരുടെ പോരായ്മ മറച്ചു വയ്ക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റം പറയുക എന്നത് ഒരു പോളിസിയാക്കി എന്ന് വെച്ചേക്കുന്നു. കേന്ദ്രത്തിൽ ഈ ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് അത് പറഞ്ഞാൽ അവരുടെ അനുയായികൾക്ക് അത് ബോധ്യമാകും എന്നാണ് അവരുടെ ധാരണ. പക്ഷേ ഇന്നത്തെ കാലത്ത് വസ്തുതകളൊക്കെ അറിയുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്നിരിക്കെ ഈ നേതാക്കന്മാരുടെ വ്യാജ അധരങ്ങളിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വെട്ടി വിഴുങ്ങുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. ഈ നമ്മുടെ നേതാവ് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല, വസ്തുത ഇതൊന്നും അല്ല എന്ന് പറയുന്ന തിരിച്ചറിയുന്ന അല്ലേ, തിരിച്ചറിവുള്ള പാർട്ടിക്കാർ കൂടി വരികയാണ്. അതാണ് ആ പാർട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.